തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിൻ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. സെന്തിൽ ബാലാജി അടക്കം 4 പേർ കൂടി മന്ത്രിസഭയിലേക്ക്. ഉദയനിധിക്ക് ആസൂത്രണം, വികസനം എന്നീ വകുപ്പുകൾ കൂടി. ഫോൺ ചോർത്തലിൽ PV അൻവർ MLA-ക്കെതിരെ കേസെടുത്തത് കോട്ടയം കറുകച്ചാൽ പോലീസ്. കലാപത്തിന് ശ്രമിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി. പാലക്കാട് അലനല്ലൂരിൽ PV അൻവർ പങ്കെടുത്ത പരിപാടിക്കിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമം. അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം വൈകിട്ട് നിലമ്പൂരിൽ. RSS ADGP കൂടിക്കാഴ്ചയിൽ പ്രതികരണവുമായി RSS നേതാവ് A. ജയകുമാർ. നേതാക്കളെ പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥരും കാണുന്നത് ആദ്യമായല്ലെന്ന് പ്രതികരണം. ഇത്തരം കൂടിക്കാഴ്ചകൾ RSSന്റെ പതിവ് രീതിയെന്ന് ഫേസ്ബുക്ക് കുറിപ്പ്. പുത്തുപറമ്പ് സമരനായകൻ പുഷ്പൻ അന്ത്യാഞ്ജലി അർപ്പിച്ച് CPM പ്രവർത്തകർ. തലശ്ശേരിയിലും ചൊക്ലിയിലും പൊതുദർശനം. സംസ്കാരം വൈകിട്ട് 5-ന് കണ്ണൂർ ചൊക്ലിയിലെ വീട്ടുവളപ്പിൽ. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ നാളെ സുപ്രീം കോടതിയിൽ. പ്രോസിക്യൂഷൻ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തി ക്രൈംബ്രാഞ്ച് SP മെറിൻ ജോസഫ്. ബാലചന്ദ്രമേനോൻ പീഡിപ്പിച്ചെന്ന നടിയുടെ ആരോപണം സംപ്രേക്ഷണം ചെയ്ത യൂട്യൂബ് ചാനലിനെതിരെ കേസെടുത്തത് അപകീർത്തിപ്പെടുത്തിയെന്ന ബാലചന്ദ്രമേനോന്റെ പരാതിയിൽ. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ആദ്യ എവേ മത്സരം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. മത്സരം രാത്രി 7:30-ന് ഗുവാഹട്ടിയിൽ.